നമസ്കാരം, ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു രാവിലെയിലേക്ക് സ്വാഗതം. ഇന്ന് രാമായണ മാസം അവസാനിക്കുകയാണ്. ഒരു മാസത്തെ പ്രാർത്ഥനകൾക്കൊക്കെ പൂർത്തീകരണം കുറിക്കുന്ന ഒരു ദിവസമാവുകയാണിന്ന്. നമുക്ക് ഇത്രയും നാൾ നമ്മൾ ന്യൂസ് 18 പ്രേക്ഷകരൊക്കെ കേട്ടിരുന്ന ഒരു ശബ്ദമുണ്ടായിരുന്നു, രാമായണ പാരായണത്തിൽ കേട്ടിരുന്ന ഒരു ശബ്ദമുണ്ടായിരുന്നു. ശ്രീലക്ഷ്മിയുടേതാണത്. ശ്രീലക്ഷ്മി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ നമുക്ക് നോക്കാനുണ്ട്. ലോകം ഉറ്റുനോക്കിയ ഒരു ചർച്ചയായിരുന്നു ട്രംപ് പുടിൻ കൂടിക്കാഴ്ച. ചർച്ച ധാരണയിലെത്താതെ പിരിഞ്ഞു എന്നുള്ള സൂചനകളും വാർത്തകളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. എല്ലാത്തിലേക്കും വിശദമായി കടക്കും മുൻപ് ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് പോകാം. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാറിലെത്താതെ ട്രംപിന്റെയും പുടിന്റെയും അലാസ്ക ചർച്ച. തീരുമാനമായില്ലെങ്കിലും ചർച്ചകളിൽ പുരോഗതി എന്ന വിശദീകരണം. നാറ്റോ രാജ്യങ്ങളോട് ചർച്ച ചെയ്ത് തുടർ നടപടികളെന്ന് ട്രംപ്. യുക്രൈൻ സഹോദര രാജ്യമാണെന്നും പ്രശ്നം സെലൻസ്കിയാണെന്നും പുടിൻ. ട്രംപിന് റഷ്യയിലേക്ക് പുടിന്റെ ക്ഷണം. ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് കടുക്കും. രാജ്ഭവനിലെ വിരുന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബഹിഷ്കരിച്ചത് VC നിയമന തർക്കത്തിന്റെ തുടർച്ചയായി. സമവായം വേണമെന്ന് കോടതി പറഞ്ഞിട്ടും അനുനയ നീക്കമില്ല. VC നിയമന കേസ് വീണ്ടും തിങ്കളാഴ്ച സുപ്രീം കോടതിയിൽ. KPCC പുനഃസംഘടന കീറാമുട്ടി. അനിശ്ചിതത്വത്തിന് കാരണം നേതാക്കൾ തമ്മിൽ ധാരണയാകാത്തത്. പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ രൂപപ്പെടുന്നതും തർക്ക പരിഹാരത്തിന് തടസ്സം. കേരളത്തിലും ഡൽഹിയിലും ചർച്ചകൾ തുടരും. കോഴിക്കോട് പനി ബാധിച്ച് മരിച്ച 9 വയസ്സുകാരിക്ക് അമീബിക് മെനിഞ്ചൈറ്റിസ് ആയിരുന്നുവെന്ന് സ്ഥിരീകരണം. കോരങ്ങാട് സ്വദേശി സനൂപിന്റെ മകൾ അനയ മരിച്ചത് മിനിഞ്ഞാന്ന് രാത്രി. ആന്തരികാവയവങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്കയച്ചു. പനി ബാധിതരായ സഹോദരങ്ങളും സഹപാഠിയും നിരീക്ഷണത്തിൽ. മലപ്പുറം പരാമർശത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. പറഞ്ഞതിന്റെ പേരിൽ തന്നെ ക്രൂശിക്കുകയാണെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി. സത്യം പറയാൻ പറ്റാത്ത അവസ്ഥ. മറ്റു സമുദായങ്ങൾ നേട്ടമുണ്ടാക്കിയപ്പോൾ SNDP പിന്തള്ളപ്പെട്ടുവെന്നും വെള്ളാപ്പള്ളി. ഇന്നത്തെ വാർത്തകളിലേക്ക് വിശദമായി വരുമ്പോൾ പ്രധാനമായും ചർച്ച ചെയ്യേണ്ടുന്നത് ട്രംപ് പുടിൻ കൂടിക്കാഴ്ച തന്നെയാണ്. കൂടിക്കാഴ്ച അന്തിമ കരാറിലെത്താതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള നിർണായക ചർച്ച അവസാനിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ചർച്ചയിൽ വലിയ പുരോഗതി ഉണ്ടായെന്നും വൈകാതെ തന്നെ ലക്ഷ്യം കാണാനാകുമെന്നും ഇരു നേതാക്കളും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അടച്ചിട്ട മുറിയിൽ 3 മണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ഇരു നേതാക്കളുടെയും പ്രതികരണം. കൂടുതൽ വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, ധാരണയാകാതെ ചർച്ച അവസാനിച്ചിരിക്കുന്നു. അപ്പോഴും ചെറിയൊരു പ്രതീക്ഷ ട്രംപ് മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായിരിക്കും ഇനിയുള്ള മുൻപോട്ടുള്ള നീക്കങ്ങൾ? യുദ്ധം അവസാനിക്കാൻ എന്തെങ്കിലും സാധ്യത മുന്നിൽ കാണുന്നുണ്ടോ? അനുശ്രീ, ലോകം ഉറ്റുനോക്കിയ ഒരു ചർച്ച തന്നെയായിരുന്നു ട്രംപ് പുടിൻ കൂടിക്കാഴ്ച എന്നുള്ളത്. 3 മണിക്കൂറോളം നേരം ഈ ചർച്ച നീണ്ടുനിന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഒരു അന്തിമ കരാറിലേക്ക് എത്താൻ സാധിച്ചില്ല എങ്കിൽ പോലും തന്നെ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കൂടിക്കാഴ്ചയായി തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇരു നേതാക്കളും നടത്തിയ പ്രസ്താവനകൾ അതെല്ലാം വിരൽ ചൂണ്ടുന്നത് അതിലേക്ക് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. അതായത് അതിൽ പ്രധാനമായും വ്യക്തമാക്കിയ ഒരു കാര്യം, ധാരണയായില്ല എങ്കിലും പല കാര്യങ്ങളും ധാരണയാകാനുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്ക് അതൊരു ശുഭസൂചന നൽകുന്നതായിരിക്കും. ഒരു സമാധാനത്തിന്റെ പാത തുറക്കാൻ സാധിക്കുമെന്ന് കരുതുന്ന തരത്തിലുള്ള ചർച്ചയായിരുന്നു ഉണ്ടായതെന്നുള്ളൊരു പ്രതികരണം ഇത് നേതാക്കളുടെ ഭാഗത്തുനിന്ന് വരികയും ചെയ്ത് നമ്മൾ കാണുകയും ചെയ്തതാണ്. എന്തായാലും മറ്റൊന്ന്, ഈ സാധാരണഗതിയിൽ ഒരു അമേരിക്കയുടെ മണ്ണിൽ മറ്റേതെങ്കിലും വിദേശ രാജ്യത്തു നിന്നുള്ള നേതാക്കൾ എത്തിയാൽ അവരുമായി കൂടിക്കാഴ്ച നടത്തിയാലൊക്കെ സംയുക്ത വാർത്താ സമ്മേളനം നടത്താറുള്ളത് പതിവാണ്. പക്ഷേ ആദ്യം സംസാരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷേ ഇത് മറിച്ച് വ്ളാഡിമിർ പുടിൻ ഈ ഒരു തവണ ആദ്യമായി സംസാരിച്ചു തുടങ്ങുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ചർച്ചയിൽ ധാരണയായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇനി ധാരണയാകേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ്. അതിൽ നിന്ന് ഇരു നേതാക്കളും വിട്ടുനിന്നിട്ടുണ്ട്. പക്ഷേ ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾ അത് നാറ്റോ രാജ്യങ്ങളുമായി സംസാരിക്കും, ഒപ്പം തന്നെ യുക്രൈനുമായി സംസാരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്നത്. മറ്റൊന്ന്, ഇത് സഹോദര രാജ്യമാണ് എന്നുള്ളൊരു പരാമർശം
ഇത്തരത്തിൽ വ്ളാഡിമിർ പുടിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തു. അവിടെ സുരക്ഷ ഒരുക്കുക എന്നുള്ളതിൻ്റെ US പറയുന്ന അതേ ലക്ഷ്യത്തിന് തങ്ങൾ ഒപ്പമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അല്ലെങ്കിൽ അതിനുള്ളൊരു കാരണം അല്ലെങ്കിൽ യുദ്ധം തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടായത് റഷ്യയുടെ ആഭ്യന്തര സുരക്ഷയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ ഒരു തരത്തിലും നാറ്റോ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ യുക്രൈൻ്റെ ഭാഗത്തുനിന്നോ ഒരു തരത്തിലും ഈ ഉണ്ടായേക്കുന്ന ധാരണകളിൽ അതെന്താണെന്ന് വ്യക്തമാക്കുന്നില്ല എങ്കിൽ പോലും തന്നെ അതിൽ നിന്ന് പിന്നോട്ട് പോകരുത് എന്നടക്കമുള്ള ഒരു സൂചന കൂടി വ്ളാഡിമിർ പുടിൻ നൽകുകയും ചെയ്യുന്നുണ്ട്. അതെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്ന ഒരു പക്ഷേ ഒരു സമാധാനത്തിലേക്ക്, അതായത് കഴിഞ്ഞ 3.5 വർഷമായി ഇങ്ങനെ അനന്തമായി നീണ്ടുപോവുകയാണ് ഈ ഒരു യുദ്ധം എന്നുള്ളതാണ്. രണ്ട് ചേരിയിലും, അതായത് റഷ്യയിലാകട്ടെ യുക്രൈനിലാകട്ടെ വലിയ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള ഒരു പശ്ചാത്തലമുണ്ട്. ഒരു പക്ഷേ ഒരു 2 ആഴ്ച കൊണ്ട് അവസാനിപ്പിച്ചേക്കുമെന്ന് കരുതിയിരുന്ന ഇടത്തു നിന്നായിരുന്നു. പക്ഷേ ഈ 3.5 വർഷക്കാലമായി ഇങ്ങനെ അനന്തമായി ഈ ഒരു യുദ്ധം ഇങ്ങനെ നീണ്ടുപോകുന്ന ഇത്രയും വലിയൊരു ചെറുത്തുനിൽപ്പ് യുക്രൈൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് ഒരു തരത്തിൽ പോലും അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ പോലും റഷ്യ കരുതിയിരുന്നില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ വലിയ പ്രതിരോധം തീർക്കാൻ യുക്രൈൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ പല ഭാഗങ്ങളിലും, അതായത് യുക്രൈൻ്റെ രാജ്യത്തിൻ്റെ ഒരു 19% പ്രദേശങ്ങളും റഷ്യ തങ്ങളുടെ ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവയൊക്കെ ഈ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ അത് വിട്ടു നൽകണമെന്നുള്ള ഒരു നിർദ്ദേശം നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പുടിൻ തയ്യാറാകില്ല എന്നുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ കാര്യങ്ങളിലേക്കൊക്കെ എന്ത് തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്? അതല്ല എങ്കിൽ നാറ്റോ രാജ്യങ്ങളുമായും ഒപ്പം തന്നെ യുക്രൈൻ പ്രസിഡന്റുമായും എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്? അതായത് ഇന്ന് ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കൃത്യമായ ചർച്ച നടത്തി അതിൽ തീരുമാനമെടുക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത്. അതിൽ എന്ത് തീരുമാനങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയിൽ തന്നെയാണ് ലോകമുള്ളത് എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, പുടിൻ 2ാം ഘട്ട ചർച്ചയ്ക്ക് ഇരു നേതാക്കളും പറയുകയും ചെയ്തു. അതായത് ഒരു 2ാം ഘട്ട ചർച്ചയിലേക്ക് കടക്കും, ഇരു നേതാക്കളും വീണ്ടും കൂടിക്കാഴ്ച നടത്തുമെന്നുള്ളത് തന്നെയാണ്. അതിനായി മോസ്കോയിലേക്ക് ട്രംപിനെ പുടിൻ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സമ്മതം അമേരിക്കൻ പ്രസിഡന്റ് ഭാഗത്തു നിന്നുണ്ടായില്ല എങ്കിൽ പോലും തന്നെ അത് തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. മറ്റൊരു ദിവസം അല്ലെങ്കിൽ ഇതേ രീതിയിൽ തന്നെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ 3 പേരെയും, അതായത് പുടിനെയും സെലൻസ്കിയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ മോഹൻ വർഗീസ് ചേരുന്നുണ്ട്. മോഹൻ വർഗീസ്, ഈ ചർച്ച ധാരണയാകാതെ അവസാനിപ്പിക്കുമ്പോഴും ഇനിയും ചർച്ച തുടരാനുള്ള സാധ്യതയുണ്ട് എന്നൊരു സൂചന ട്രംപ് മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇനി യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതയുണ്ടോ? എന്തായിരിക്കും മുൻപോട്ടുള്ള നീക്കങ്ങൾ? തീർച്ചയായും യുദ്ധം അവസാനിക്കാനുള്ള ആത്യന്തിക സാധ്യത തന്നെയാണ് ഇപ്പോൾ കൺകൂടിയിരിക്കുന്ന ഫസ്റ്റ് റൗണ്ട് ഓഫ് ടോക്സ് കഴിയുമ്പോൾ ഫീൽ ചെയ്യുന്നത്. ഇത് 2 കൂട്ടരും, റഷ്യയും അമേരിക്കയും, ഒരു സന്നദ്ധത, പ്രിപ്പയർഡ്നെസ് കാട്ടുകയാണ്. ഈ സ്റ്റേൽമേറ്റ് തുടരാനാവില്ല. 3.5 വർഷമായി തുടരുന്ന ഉക്രൈൻ യുദ്ധത്തിൽ തീർച്ചയായും ഈ രീതിയിൽ അനന്തമായി നീളാനാവില്ല എന്ന ഒരു ചിന്തയാണ് കാണുന്നത്. അടുത്ത റൗണ്ട് ഓഫ് നെഗോസിയേഷൻസ് മോസ്കോയിൽ വെച്ച് നടക്കും എന്ന് പുടിൻ പറയുമ്പോഴും ട്രംപിന്റെ ഭാഗത്തു നിന്ന് അതിനുള്ള സ്ഥിരീകരണം ഉണ്ടായില്ല. പക്ഷേ അങ്ങനെ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. ഒന്നുകിൽ ഒരു ന്യൂട്രൽ വേദിയിൽ വെച്ച്, അല്ല എങ്കിൽ മോസ്കോയിൽ വെച്ച് തന്നെ. ഇപ്പോൾ ഈ ചർച്ച അമേരിക്കയുടെ മണ്ണായ അലാസ്കയിൽ വെച്ച് നടക്കുമ്പോൾ അടുത്ത ചർച്ച റഷ്യയിൽ വെച്ച് നടക്കേണ്ടത് സ്വാഭാവികം തന്നെയാണ്. അതുകൊണ്ട് ചർച്ച പുരോഗമിക്കുന്നു എന്ന കാര്യം ആദ്യമായിട്ടാണ് യുദ്ധം തുടങ്ങിയതിനു ശേഷം ക്രിയാത്മകമായ 3.5 വർഷത്തിനുള്ളിൽ ഏറ്റവും ക്രിയാത്മകമായ നീക്കം ഉണ്ടാകുന്നത് ഇപ്പോൾ തന്നെയാണ്. നോക്കൂ, ഇവിടെ റഷ്യക്ക് ഉണ്ടായ ഒരു സുരക്ഷാ ഭീഷണിയിൽ നിന്നാണ് ഈ യുദ്ധം ആരംഭിക്കുന്നത് എന്ന കാര്യത്തിൽ ഈ ചർച്ചയിൽ ഏതാണ്ട് ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്. ആ സുരക്ഷാ ഭീഷണിയുടെ കാരണം ഉക്രൈൻ ഒരുപക്ഷെ നെറ്റോയിൽ അമേരിക്ക നേതൃത്വം നൽകുന്ന പാശ്ചാത്യ സൈനിക സഖ്യമായ നെറ്റോയിൽ അംഗത്വം എടുക്കും, അല്ലെങ്കിൽ അതിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ഉക്രൈൻ എന്ന ഒരു ചിന്ത കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ആ കാര്യത്തിൽ തീർച്ചയായും പുടിൻ ഉറപ്പുകൾ ചോദിച്ചിരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് ആണ് നെറ്റോ രാജ്യങ്ങളുമായി സംസാരിക്കാതെ ആത്യന്തിക ധാരണയിൽ എത്താനാവില്ല എന്ന നിലപാടിലേക്ക് എത്തിയത്. അതുകൊണ്ടാണ് ഇവിടെ നോക്കൂ, ഇവിടെ പ്രാതിനിധ്യം ഏത് രാജ്യമാണോ യുദ്ധം കൊണ്ട് വലയുന്നത് ആ രാജ്യത്തിന് ഇവിടെ പങ്കാളിത്തമില്ലായിരുന്നു. ഈ ചർച്ചയിൽ ഉക്രൈൻ എന്ന രാജ്യത്തിന് പങ്കാളിത്തമില്ലാതെ ഉക്രൈനെ സഹായിച്ചുകൊണ്ടിരുന്ന നെറ്റോയിലെ പ്രമുഖ യൂറോപ്യൻ പങ്കാളികൾക്ക് സാന്നിധ്യമില്ലാതെ നടന്ന ഒരു ചർച്ച. അത് പൂർത്തിയാകണമെങ്കിൽ ഉക്രൈന്റെ സമ്മതം ആവശ്യമാണ്, യൂറോപ്യൻ യൂണിയന്റെ അല്ലെങ്കിൽ നെറ്റോയുടെ സമ്മതം ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ സമയം ചോദിച്ചിരിക്കുന്നത് എന്ന രീതിയിലാണ് സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഉക്രൈൻ നെറ്റോയിൽ ചേരുകയാണെങ്കിൽ
റഷ്യ ഒരു കാരണവശാലും യുദ്ധം അവസാനിപ്പിക്കാനാവില്ല. കാരണം ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ എന്നത് ഒരു നയമായി റഷ്യ എടുത്തു എന്ന് നമുക്ക് തോന്നാമെങ്കിൽ പോലും ഈ ഉക്രൈൻ നെയ്റ്റോയിൽ ചേരുന്ന ആ നിമിഷം നെയ്റ്റോ എന്ന ഒരു സങ്കല്പം റഷ്യയുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. സ്വാഭാവികമായും റഷ്യക്ക് സുരക്ഷാ ഭീഷണിയുണ്ട്. അതുകൊണ്ട് ഏകപക്ഷീയമായ പ്രീ എംപ്റ്റീവ് ആക്ഷൻ എന്ന നിലയിൽ അങ്ങനെ സംഭവിക്കുന്നതിന് മുൻപ് തന്നെ ഉക്രൈനെ ആക്രമിക്കുക എന്ന റഷ്യൻ പദ്ധതി ഏതാനും ദിവസം കൊണ്ടോ ആഴ്ചകൾ കൊണ്ടോ അവസാനിക്കുമെന്ന് ഞാൻ ഉൾപ്പെടെ എല്ലാവരും കരുതിയിരുന്ന ഒരു യുദ്ധമാണ്. നെയ്റ്റോ ഇടപെട്ടതോടുകൂടി ഉക്രൈനെ സഹായിക്കാനായി നെയ്റ്റോ രംഗത്ത് വന്നതോടുകൂടി അമേരിക്കയുടെ ശക്തമായ പിന്തുണയോടുകൂടി ഇത്രയും നീട്ടിയെടുക്കാൻ സാധിച്ചതും രണ്ടു പക്ഷത്തും സാമാന്യം നല്ല നാശനഷ്ടങ്ങൾ ഉണ്ടായതും അതുകൊണ്ടാണ്. അതുകൊണ്ട് there is a point of no return. ഈ ഒരു ചിന്തയാണ് വരുന്നത്. there is a point of no return. ഇപ്പോൾ ഈ ചർച്ച ഈ രൂപത്തിലാകുന്നതിന്റെ ഒരു കാരണം, ഇത് ചർച്ച പരാജയം എന്നൊരു ചിന്തയെ ഞാൻ പങ്കുവെക്കുന്നില്ല. ഇത് ചർച്ച തീർച്ചയായും വിജയം തന്നെയാണ്. ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കാവുന്ന ഒന്നല്ലാത്തത് കൊണ്ടാണ് അടുത്ത റൗണ്ടിലേക്ക് നീങ്ങുന്നത്. ഈ രൂപത്തിൽ എത്തി നിൽക്കുന്നതിന്റെ കാരണം, ഈ പോസിറ്റീവ് ജസ്റ്ററിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, ഒന്ന്, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഫസ്റ്റ് എന്ന ട്രംപിന്റെ പോളിസി അത് മുന്നോട്ട് പോകണമെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ, മറ്റ് ഇടങ്ങളിൽ അമേരിക്കൻ ചിന്തകൾ ഇങ്ങനെ കുരുങ്ങി കിടക്കുന്നത് ന്യായമല്ല. അത് മാത്രമല്ല, നെയ്റ്റോ സ്വന്തം കാലിൽ നിൽക്കണം. അമേരിക്കയുടെ ധനസഹായമോ മറ്റ് സഹായമോ പൂർണ്ണമായി ഘട്ടം ഘട്ടമായി പിൻവലിക്കണം എന്ന അമേരിക്കയുടെ ഒരു ചിന്ത, അത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ ചിന്ത കൂടിയാണ് എന്നോർക്കണം. അല്ലാതെ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളമെങ്കിലും അമേരിക്കയുടെ സഹായം ഇല്ലാതെ തന്നെ സ്വയം സുരക്ഷാ കാര്യങ്ങൾ നോക്കാൻ സാധിക്കണം. അതുകൊണ്ട് യൂറോപ്പിനെതിരെ വരുന്ന എല്ലാ ത്രെട്ടുകളും എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാമോ അത് അവസാനിപ്പിക്കണം. റഷ്യയിൽ നിന്ന് മാത്രമാണ് യൂറോപ്പിന് ആ രീതിയിലുള്ള ആണവ ഭീഷണി അല്ലെങ്കിൽ മറ്റ് സുരക്ഷാ ഭീഷണി ഉണ്ടാകുന്നത്. അതിനുള്ള ഇച്ഛാശക്തി അമേരിക്ക കാട്ടി. ഇത് യൂറോപ്യൻ യൂണിയനെ കൂടെ വിശ്വാസത്തിലെടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, റഷ്യക്ക് വേണ്ട ഉറപ്പുകൾ ലഭിക്കണം എന്നതാണ്. ഉറപ്പുകൾ നൽകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഒറ്റ കാര്യം ചെയ്താൽ മതിയാകും. ഒരു കാരണവശാലും ഉക്രൈൻ നെയ്റ്റോയിൽ ചേരില്ല എന്ന കൃത്യമായ ഉറപ്പ് ഈ ചർച്ചയുടെ സമയത്ത് കൊടുക്കണം. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അമേരിക്കയ്ക്കും അമേരിക്ക അതുവഴി റഷ്യക്കും നൽകുന്ന ഈ ഉറപ്പ് തീർച്ചയായും ഒരു വലിയ കാൽവെപ്പ് തന്നെയായിരിക്കും. പക്ഷെ മൂന്നാമത്തെ കാര്യത്തിലാണ് ഏറ്റവും വലിയ തർക്കം ഉണ്ടാകാൻ സാധ്യത. അടുത്ത റൗണ്ട് ഓഫ് നെഗോസിയേഷനിൽ മറ്റൊരു കാര്യത്തിൽ തർക്കമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഉക്രൈന്റെ ഭൂമിയുടെ ഏതാണ്ട് 20% ഭൂമി ഇപ്പോൾ റഷ്യയുടെ കൈവശമാണ്, അല്ലെങ്കിൽ ഭാഗികമായോ പൂർണ്ണമായോ കൈവശത്തിലാണ്. ഡൊണസ്ക് പ്രവിശ്യ, ലുഹാൻസ് പ്രവിശ്യ, അതെല്ലാം ഡോൺബാസ് ഏരിയയിലാണ്. അത് ഉക്രൈന്റെ കിഴക്ക് ഭാഗത്ത് റഷ്യയോട് ചേർന്നുള്ള പ്രദേശം. അവിടെ റഷ്യൻ ഭാഷ സംസാരിക്കുന്ന റഷ്യൻ വംശജരായ ആളുകളൊക്കെയാണ് മുൻതൂക്കം. അതുപോലെ സപ്രോഷ്യ മേഖല, അതുപോലെ മറ്റ് ചില മേഖലകൾ, ഈ മേഖലകളിലെല്ലാം തന്നെ റഷ്യ പിടിമുറുക്കിയിരിക്കുന്നു. സൈനിക സാന്നിധ്യം ഇപ്പോഴുണ്ട്. അവർ കീഴടക്കിയ പ്രദേശം തന്നെയാണ്. കീഴടക്കിയ പ്രദേശങ്ങൾക്ക് എന്താണ് സംഭവിക്കുക? അത് പൂർണ്ണമായി വിട്ടുകൊണ്ട് റഷ്യ സന്ധി ചെയ്യാൻ തയ്യാറാവുമോ? എന്റെ ചിന്ത അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. കൃത്യമായ റഷ്യൻ സംസ്കാരമുള്ള, റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ഇടങ്ങളിലെങ്കിലും റഷ്യ പിടിമുറുക്കുകയും അവിടെ വെച്ചുകൊണ്ട് പുതിയ ഒരു വെടിനിർത്തൽ കരാർ അല്ലെങ്കിൽ ലൈൻ ഓഫ് കൺട്രോൾ പുതുതായി വരച്ചു ചേർക്കുകയോ ചെയ്യണം. ഇത് സോവിയറ്റ് കാലഘട്ടത്തിലെ അതിർവരമ്പുകളാണ്. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള അതിർവരമ്പ് സോവിയറ്റ് കാലഘട്ടത്തിലെയാണ്. അതാണ് ഒരു തർക്ക സാധ്യത. മറ്റൊന്ന് ക്രൈമിയയെ കുറിക്കുന്ന കാര്യമാണ്. ക്രൈമിയ 2014 റഷ്യ ഉക്രൈനിൽ നിന്നും പിടിച്ചെടുത്തതാണ്. പക്ഷെ മുൻകാലത്ത് സ്റ്റാലിനിസ്റ്റ് കാലഘട്ടത്തിൽ റഷ്യ ഉക്രൈന് നൽകിയ ഒരു ലാൻഡാണ് ക്രൈമിയ എന്നുകൂടി ഓർക്കുക. ആ ലാൻഡ് തിരിച്ചെടുക്കുക എന്ന റഷ്യയുടെ ചരിത്രപരമായ നിയോഗം, അത് തീർച്ചയായും അതിൽ നിന്ന് പുടിൻ മുന്നോട്ട് പോകാൻ യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള മോഹൻ വർഗീസ്, അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഈ ഇരു നേതാക്കളും പിന്നീട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പുടിൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഈ ചർച്ചയിലുണ്ടായ പുരോഗതിയെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ളൊരു നീക്കങ്ങൾ യുക്രൈന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നോ ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതായത് ആദ്യഘട്ടങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ടായിരുന്നു, അത് യുക്രൈന് അനുകൂലമായിട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ പുടിൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടി അടുക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് എന്ന് തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നില്ലേ ഈ ഒരു ഘട്ടത്തിൽ? രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ പുടിൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് അടുക്കും എന്ന സൂചനയാണ്. പുടിൻ അലാസ്കയിൽ എത്താൻ തീരുമാനിച്ചു എന്നത് തന്നെ അതിന്റെ സൂചനയല്ലേ? യഥാർത്ഥത്തിൽ
യഥാർത്ഥത്തിൽ ഒരു മഞ്ഞുരുകുന്നതിന് യഥാർത്ഥത്തിൽ ന്യൂട്രൽ ഗ്രൗണ്ടിലാണ് ചർച്ച നടക്കേണ്ടത്. പുട്ടിന് ചില ഉറപ്പുകളെങ്കിലും ട്രംപിന്റെ ഭാഗത്തു നിന്ന് കൊടുത്തിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാവണമല്ലോ അമേരിക്കയുടെ മണ്ണിലേക്ക് എത്താനും ചർച്ച ചെയ്യാനും പുടിൻ തയ്യാറായത്. അതുകൊണ്ടാണ് അത് ടെറിട്ടോറിയൽ ക്ലെയിം തന്നെ ആകാനാണ് സാധ്യത. അങ്ങനെ അല്ല എങ്കിൽ പുടിൻ അവിടെ മുഖം നഷ്ടപ്പെടും പൂർണ്ണമായും. അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് മുഖം നഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ട്രംപ് എന്ന വ്യക്തി മാത്രമാണ് പറഞ്ഞത് ഉക്രൈൻ യുദ്ധം ഞാൻ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞു. അത് അവസാനിപ്പിക്കാൻ സാധിച്ചില്ല എങ്കിൽ അമേരിക്കയ്ക്ക് കാര്യമൊന്നുമില്ല, അത് ട്രംപിന് മുഖം നഷ്ടപ്പെടും. പക്ഷെ റഷ്യക്ക് അങ്ങനെയല്ല. പുടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടെറിട്ടോറിയൽ ഗെയിൻ ചെറിയ തോതിലെങ്കിലും കാണിക്കാൻ ഉണ്ടായില്ല എങ്കിൽ അദ്ദേഹത്തിന് ഭാവിയിൽ അധികാരത്തിൽ തുടരുന്നത് തൽക്കാലത്തേക്ക് ഏകാധിപത്യപരമായി നിലനിൽക്കാനാവുമായിരിക്കാം. ആത്യന്തികമായി അദ്ദേഹം ഈസ് പ്രസിഡന്റ് ഫോർ ലൈഫ് എന്ന് ഓർക്കുകൂടി ചെയ്യണം. അമേരിക്കൻ പ്രസിഡന്റിനെ പോലെയല്ല റഷ്യൻ പ്രസിഡന്റിന്റെ അവിടുത്തെ അവസ്ഥ എന്ന് ഓർക്കണം. അതുകൊണ്ടാണ് ഇനി ഒരു പ്രകോപനവും ഉക്രൈന്റെ ഭാഗത്തു നിന്നോ യൂറോപ്യൻ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാവരുത്. അതായത് ഒന്ന് ആക്രമണം, റഷ്യക്കെതിരെ ആക്രമണം ഉണ്ടാകരുത്, പരസ്യ പ്രസ്താവനകൾ ഉണ്ടാവരുത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. യൂറോപ്പിലെ ചില രാജ്യങ്ങളെങ്കിലും ചില മുറുമുറുപ്പുകൾ തങ്ങൾക്ക് പങ്കാളിത്തമില്ലാത്ത ചർച്ചയായിരുന്നു, തങ്ങളെ അവഗണിച്ചു എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഉക്രൈന്റെ സുരക്ഷ ഞങ്ങൾ ഏറ്റെടുക്കും എന്ന രീതിയിലുള്ള വമ്പ് പറച്ചിലുകൾ ചില രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നെങ്കിലും ചില നേതാക്കളുടെ ഭാഗത്തു നിന്നെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അടുത്ത ഫോക്കസ് എന്ന് പറയുന്നത് അമേരിക്ക വിൽ ട്രൈ ഇറ്റ് ലെവൽ ബെസ്റ്റ് ടു കൺവിൻസ് ദ യൂറോപ്യൻ കൺട്രീസ് ടു ബി സൈലന്റ് ഇൻ ദിസ് ജങ്ക്ചർ. ഒരു കാരണവശാലും സംസാരിക്കരുത്, ഈ സ്പിരിറ്റിൽ തന്നെ മുന്നോട്ട് പോവുക എന്ന നിർദ്ദേശം അമേരിക്ക കർശനമായി യൂറോപ്യൻ രാജ്യങ്ങളുടെ മേൽ വയ്ക്കും. അതാണ് ഒരുപക്ഷെ പുടിൻ ഇൻസൾട്ട് ചെയ്തിരിക്കുന്നത്. വേണ്ടാത്ത പ്രസ്താവനകളോ വേണ്ടാത്ത നീക്കങ്ങളോ ഉണ്ടാവരുത്. അത് മാത്രമല്ല സെലൻസ്കി എന്ന വ്യക്തി, ആ വ്യക്തിയെ യാതൊരു രീതിയിലും പുടിൻ അംഗീകരിക്കാൻ സാധ്യതയില്ല. സെലൻസ്കി തുടരുന്നത് ഒഴിവാകുന്ന ഒരു ചർച്ചയായിരിക്കും അടുത്ത പ്രാവശ്യം. സെലൻസ്കിക്ക് പകരം ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടത്തി ഉക്രൈനിൽ അധികാരം പുതിയ ഒരാളിന് കൈമാറുക എന്നൊരു നിർദ്ദേശം ഒരുപക്ഷെ വെച്ചേക്കാം. അതിനൊരു പക്ഷേ അമേരിക്ക തീർച്ചയായിട്ടും വഴങ്ങി കൊടുക്കാൻ തന്നെയാണ് സാധ്യത. സെലൻസ്കിയെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാവില്ല എന്ന ഒരു ചിന്ത ഒരു പക്ഷേ അമേരിക്കയ്ക്ക് ഉണ്ടാവും. കാരണം സെലൻസ്കി എന്ന അദ്ദേഹം കടുംപിടുത്തക്കാരനാണ് എന്നത് മാത്രമല്ല, അദ്ദേഹം ഒരു രീതിയിലും പുടിനുമായി ചേർന്ന് പോകാനുള്ള സാധ്യത ഇല്ലാത്ത നേതാവാണ്. ആ ഒരു കാര്യവും മുന്നോട്ട് പോകാം. അതുകൊണ്ടാണ് ഉക്രൈന്റെയോ യൂറോപ്യൻ സമൂഹത്തിന്റെയോ ഭാഗത്തു നിന്ന് ഒരു തെറ്റായ നീക്കവും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ ചേരുമെന്ന് ട്രംപ് മുൻകൂട്ടി തന്നെ പറഞ്ഞ 75% ധാരണ എത്തിയെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ബാക്കി 25% ധാരണ എന്നത് അതീവ നിർണായകമാണ്. പഠിക്കൽ കൊണ്ട് കലമുടയ്ക്കുകയോ അല്ലെങ്കിൽ വൈകുന്നേരം വരെ വെള്ളം കോരിയതിനു ശേഷം കലമുടയ്ക്കുകയോ ചെയ്യുന്ന ആ ഒരു സംഗതി ഇനി ഉണ്ടാവരുത് എന്ന രണ്ടു പക്ഷത്തിന്റെയും ദൃഢനിശ്ചയം ഇവിടെ കാണുകയുണ്ടായി. തീർച്ചയായും പോസിറ്റീവ് ഒരു ടോണിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശരി, നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. ട്രംപ് പുടിൻ കൂടിക്കാഴ്ച ധാരണയിലെത്താതെ പിരിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അപ്പോഴും ചർച്ചയിൽ വലിയ പുരോഗതി ഉണ്ടായെന്നും വൈകാതെ തന്നെ ലക്ഷ്യം കാണാനാകുമെന്നും ഇരു നേതാക്കളും സംയുക്ത വാർത്താ സമ്മേളനത്തിലും അറിയിച്ചിട്ടുണ്ട്. MG മിഥുനാണ് മറ്റു വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ സർക്കാർ ഗവർണർ പോര് കൂടുതൽ രൂക്ഷമാക്കി ഗവർണറുടെ വിരുന്ന് ബഹിഷ്കരിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും. സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തെ ചൊല്ലിയുള്ള തർക്കത്തിന്റെ ബാക്കി പത്രമായിരുന്നു ബഹിഷ്കരണം. ഡിജിറ്റൽ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റികളിൽ സ്ഥിരം VC നിയമനത്തെ ചൊല്ലിയുള്ള തർക്കം സുപ്രീം കോടതിയിലാണ്. സമവായത്തിന് ഇരുപക്ഷവും തയ്യാറാകണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടും ഒരിഞ്ച് പോലും പിന്മാറാൻ സർക്കാരോ ഗവർണറോ തയ്യാറായിട്ടില്ല. VC നിയമന കേസ് തിങ്കളാഴ്ച കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. താമരശ്ശേരിയിലെ 4ാം ക്ലാസ്സുകാരിയുടെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരം മൂലമെന്ന് സ്ഥിരീകരിച്ചതോടെ ജാഗ്രതയിലാണ് ആരോഗ്യവകുപ്പ്. കുട്ടിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ 4 പേർ പനി ബാധിച്ച് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. വീടിന് സമീപമുള്ള കുളത്തിൽ കുട്ടി കുളിച്ചിരുന്നുവെന്നാണ് വിവരം. വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കും. ബുധനാഴ്ചയാണ് കുട്ടിക്ക് പനി ലക്ഷണങ്ങൾ ഉണ്ടായത്. അടുത്ത ദിവസം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും ആരോഗ്യനില വഷളാവുകയായിരുന്നു. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജി വിചാരണ കോടതി ഇന്ന് പരിഗണിക്കും. കുറ്റപത്രത്തിലെ 13 പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. ശരിയായ തെളിവുകൾ ശേഖരിച്ചില്ലെന്നും പ്രശാന്തിനിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന വ്യാജ കേസ് ഉണ്ടാക്കാനുമായിരുന്നു ശ്രമമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഇതിൽ ശരിയായ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. അന്വേഷണ പുരോഗതി പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയെ അറിയിക്കും.
സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. വരും ദിവസങ്ങളിലും വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. മഴ മുന്നറിയിപ്പിനെ തുടർന്ന് തൃശൂരിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. നമുക്കറിയാം, മഴ രൂക്ഷമായതോടെ കടലൊക്കെ അതിരൂക്ഷമായിരിക്കുകയാണ്. തിരമാലകളൊക്കെ രൂക്ഷമായി തന്നെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് വിനോദസഞ്ചാരികൾ കടലിലേക്ക് എത്തുമ്പോൾ അവർക്ക് അറിയുന്നുണ്ടാവില്ല എവിടെയായിരിക്കും അപകടം പതിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും. അത്തരത്തിൽ പൊന്നാനിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കടൽ തീരത്ത് സുരക്ഷയൊരുക്കിയിരിക്കുകയാണ് പോലീസ്. വൈകിട്ട് 4 മണി മുതൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. കടലിൽ ഇറങ്ങുമ്പോൾ സംഭവിക്കുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ നടപടി. മലപ്പുറത്ത് ജനത്തിരക്കേറിയ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് പൊന്നാനി ബീച്ച്. അഴിമുഖവും ലൈറ്റ് ഹൗസും ഹാർബറും കാണാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. സൂര്യാസ്തമയ സമയത്തും വൻ തിരക്കാണ്. എന്നാൽ സന്ദർശകർ അപകടത്തിൽപ്പെടുന്നതും ബീച്ചിൽ നിത്യസംഭവമാണ്. ഇവിടെയാണ് പൊന്നാനി കോസ്റ്റൽ പോലീസിന്റെ ഇടപെടൽ. കടലിലിറങ്ങുമ്പോൾ സംഭവിക്കുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ബോധവൽക്കരണവുമായി ഇനി പോലീസ് ഉദ്യോഗസ്ഥർ കടപ്പുറത്തുണ്ടാകും. പൊന്നാനി കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ ശശീന്ദ്രൻ മേലയിലിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. കടപ്പുറത്ത് കുട്ടികൾക്കും മുതിർന്നവർക്കും നിർദ്ദേശങ്ങൾ നൽകിയും സൗഹൃദ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടും 4 മണി മുതൽ കോസ്റ്റൽ പോലീസ് സജീവമാണ്. ACP ഒ സുനിൽ ദേവിന്റെ നേതൃത്വത്തിൽ CPOമാരായ രാജു, സ്മിത, സൗമ്യ, കോസ്റ്റൽ വാർഡന്മാരായ സൈനുലാബിദ്, നിസാർ എന്നിവർ അടങ്ങുന്ന സംഘമാണ് കഴിഞ്ഞ ദിവസം ബോധവൽക്കരണവുമായി ബീച്ചിലെത്തിയത്. ന്യൂസ് 18 തിരൂർ. കോഴിക്കോട് ആനക്കാംപോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ ഉദ്ഘാടനം ഈ മാസം 31-ന് നടക്കും. മുഖ്യമന്ത്രിയാണ് തുരങ്കപാത ഉദ്ഘാടനം ചെയ്യുക. ഇതിനായി 501 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ ആനക്കാംപോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ പ്രവൃത്തിക്കാണ് തുടക്കമാകുന്നത്. ഈ മാസം 31-ന് ആനക്കാംപോയിൽ സെന്റ് മേരീസ് സ്കൂൾ ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. തുരങ്കപാത ദീർഘനാളത്തെ ആവശ്യമാണെന്നും പദ്ധതിയെ തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും അതിജീവിച്ചാണ് ഉദ്ഘാടനത്തിലേക്ക് എത്തിയതെന്നും ലിൻഡോ ജോസഫ് MLA വ്യക്തമാക്കി. കപട പരിസ്ഥിതിവാദികൾ കോടതിയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. ഈ വരുന്ന സെപ്റ്റംബർ 9-ാം തീയതി അതിന്റെ വാദം കേൾക്കുകയാണ്. ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ആ പ്രതിസന്ധികളെ എല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത്. ഇതിനിടയിൽ പല രൂപത്തിൽ നമ്മുടെ പദ്ധതിയെ ഉയർത്താനും ഇല്ലാതാക്കാനുമുള്ള ശ്രമം നടത്തിയപ്പോ ഈ നാടിന്റെ വികസന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയം മറന്ന്, രാഷ്ട്രീയ ചിന്താഗതി മറന്ന് ഈ തിരുവമ്പാടി പഞ്ചായത്തിലെയും വയനാട് ജില്ലയിലെ മേപ്പാടി പ്രദേശത്തുമുള്ള മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആനക്കാമ്പയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ലിൻഡോ ജോസഫ് MLA ചെയർമാനും T വിശ്വനാഥൻ കൺവീനറുമായ 501 അംഗ കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. 13 സബ് കമ്മിറ്റികളും രൂപീകരിച്ചു. ഉദ്ഘാടന പരിപാടിയിൽ മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, OR കേളു, MP മാർ, MLA മാർ തുടങ്ങിയവരും പങ്കെടുക്കും. ന്യൂസ് 18 കോഴിക്കോട്. അടിമാലി അപ്സരാക്കുന്ന് തലമാലി റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ നടത്തണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ചെങ്കുത്തായ ഇറക്കവും റോഡിന്റെ വിസ്തൃതി കുറവും നിരവധി അപകടങ്ങൾക്കിടയാക്കുന്ന സാഹചര്യത്തിലാണ് അടിയന്തരമായ റോഡിന്റെ പുനരുദ്ധാരണം നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അടിമാലി ടൗണിൽ നിന്ന് കുരങ്ങാട്ടി, പീച്ചാട്, മാങ്കുളം മേഖലകളിലേക്ക് എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന റോഡാണ് അപ്സരക്കുന്ന് തലമാലി റോഡ്. തലമാലി പട്ടികവർഗ കോളനിയാണ് തൊട്ടടുത്തുള്ള ജനവാസ മേഖല. കുത്തനെയുള്ള റോഡിൽ കൊടും വളവുകളും നിരവധിയുണ്ട്. തലമാലി വെള്ളച്ചാട്ടത്തിന് സമീപത്ത് അപ്സരാകുന്ന് റോഡിലെ യാത്ര അതിസാഹസികമാണ്. ഇത് 2 വളവ് കൂടിയുണ്ട്. നേരെ ആക്കിയാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒത്തിരി ആക്സിഡൻറ്റുകൾ ഇവിടെ വരുന്നുണ്ട്. വണ്ടികൾ ഒരെണ്ണം വന്നാൽ സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല. അങ്ങനെ ഒത്തിരി കാലമായിട്ട് ഇവിടെ എല്ലാവരും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുറുക്ക് ഗൂഗിൾ പേ ഒക്കെ കാണിക്കുന്നതനുസരിച്ച് ഓരോരുത്തർക്ക് ഇത് കയറി വരും. ആ കയറി വന്നിട്ട് ഇവിടെ വന്ന് എല്ലാവരും പെടും. ഒരു പ്രാവശ്യം വലിയൊരു വണ്ടി വന്ന് പെട്ടിട്ട് വേറെ ക്രെയിൻ കൊണ്ടെന്നൊക്കെ ഇറങ്ങിക്കൊണ്ട് പോയി. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഈ റോഡ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാങ്കുളത്തേക്കുള്ള വിനോദസഞ്ചാരികളും തലമാലി വെള്ളച്ചാട്ടം കാണാൻ എത്തുന്നവരും ഈ വഴിയാണ് ഉപയോഗിക്കുന്നത്. കുന്നിൻ മുകളിൽ നിന്നുള്ള അടിമാലി പട്ടണത്തിന്റെ വിദൂര ദൃശ്യങ്ങൾ കാണുവാനായി പുറമേ നിന്നുള്ള സഞ്ചാരികളും ടൗണിൽ വല്ലപ്പോഴും എത്തുന്നവരുമൊക്കെ ഇവിടേക്ക് വരാറുണ്ട്. അടിമാലിക്ക് ഏറെ പ്രയോജനകരമായ അപ്സരക്കുന്ന് തലമാലി റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഇതുവഴിയുള്ള യാത്ര സുരക്ഷിതമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 ഇടുക്കി.
വാമനപുരത്ത് ആഞ്ഞിലി മരം യാത്രാ തടസ്സം സൃഷ്ടിക്കുന്നെന്ന പരാതി. പൊതുവഴിയിൽ വളർന്നു നിൽക്കുന്ന മരം മുറിച്ചു മാറ്റണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. മരത്തിനുമേൽ സ്വകാര്യ വ്യക്തി അവകാശം ഉന്നയിച്ചതോടെ മേഖലയിലെ റോഡ് നിർമ്മാണവും തടസ്സപ്പെട്ടു. വാമനപുരം ഗ്രാമപഞ്ചായത്തിലെ വാഴ്വേലിക്കോണം ഭജനമഠം ലക്ഷം വീട് കോളനിയിലേക്കുള്ള പൊതുവഴിയിലാണ് ആഞ്ഞിലിമരം തടസ്സമായി നിൽക്കുന്നത്. മരത്തിന്റെ ഭീമൻ വേരുകൾ റോഡിലേക്ക് വളർന്ന് വഴി ഏറെക്കുറെ അടഞ്ഞ അവസ്ഥയിലാണ്. നിലവിൽ കാൽനട പോലും അസാധ്യമായ അവസ്ഥ. ഇവിടെയുള്ള ഒരാൾക്ക് സുഖമില്ലെങ്കിൽ അവരെ ചാക്ക് കെട്ടിൽ കൊണ്ടുപോകുന്ന പ്രാചീന കാലത്താണ് ഇന്നും ഈ വാഴ്വേലിക്കോണം ഈ തടത്തിലുള്ളവർ കഴിയുന്നത്. ഇത് സർക്കാർ ഇവിടുത്തെ പഞ്ചായത്ത് ഇവിടെ കോൺക്രീറ്റ് ഇടുന്നതിന് അനുവാദം കൊടുത്തിട്ട് പോലും ഈ മരം നിൽക്കുന്നത് കാരണം ഈ മരം എന്ന് പറയുന്നത് ഏതവസ്ഥയിലും ഇത് മറിയാം എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത്. വഴിയില്ലാതായതോടെ പ്രദേശവാസികൾക്ക് അടിയന്തര ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും പോകാനാകാത്ത അവസ്ഥയാണ്. ഇത് കാരണം പലരും ഇവിടെ നിന്നും താമസം മാറുകയും ചെയ്തു. അതെ, ഇവിടെ അതിൻ്റെ ഇടയിലാണ് എൻ്റെ വീട്. എനിക്കിപ്പോൾ സുഖമില്ലാതായിട്ട് പോലും ആശുപത്രിയിൽ കൊണ്ടുപോകാനോ ഒന്നിനെ വാങ്ങില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വാടകയ്ക്കാണ് പോയി താമസിക്കുന്നത്. ഇപ്പോൾ ആശുപത്രി കൊണ്ടുപോകാൻ നിവർത്തിയില്ലാത്തതിനെ കൊണ്ട് റോഡ് നവീകരിച്ച് കോൺക്രീറ്റ് ചെയ്യാൻ പഞ്ചായത്ത് പദ്ധതി തയ്യാറാക്കി ഫണ്ട് അനുവദിച്ചിരുന്നു. അപ്പോഴേക്കും സ്വകാര്യ വ്യക്തി മരത്തിനുമേൽ അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തി. ഇതോടെ റോഡ് പണിയും തടസ്സപ്പെട്ടു. സ്ഥലം പുറമ്പോക്ക് ഭൂമിയാണെന്ന് പഞ്ചായത്തും റവന്യൂ വകുപ്പും സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും തർക്കം നീക്കി റോഡ് ഗതാഗതയോഗ്യമാക്കാൻ പഞ്ചായത്തും തയ്യാറാകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. ന്യൂസ് 18 വാമനപുരം. 13 വർഷം മുൻപ് കൊല്ലം പത്തനാപുരത്ത് നിർമ്മാണം ആരംഭിച്ച വനം വകുപ്പിന്റെ ശബരി കുടിവെള്ള പദ്ധതി ഉപേക്ഷിച്ച നിലയിലാണ്. പത്തനാപുരം താലൂക്കിലെ പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ കടശ്ശേരിയിൽ 50 ലക്ഷം ചെലവഴിച്ച കെട്ടിടവും കുളവും നിർമ്മിച്ച ശേഷം പദ്ധതി പിന്നീട് മുന്നോട്ടു പോയിട്ടില്ല. 2012 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പത്തനാപുരം MLAയും വനം മന്ത്രിയുമായിരുന്ന KB ഗണേഷ് കുമാർ കൊണ്ടുവന്ന സ്വപ്ന പദ്ധതിയാണ് ശബരി കുടിവെള്ളം പദ്ധതി. 10 രൂപ നിരക്കിൽ വെള്ളം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഉദ്ഘാടന സമയത്ത് ശബരി ഡ്രിങ്കിംഗ് വാട്ടർ എന്ന പേരിൽ ബോട്ടിലുകളിൽ വെള്ളം നിറച്ച് വിതരണം ചെയ്തതല്ലാതെ നിലവിലെ ഫാക്ടറിയിൽ നിന്നും ഒരു കുപ്പി വെള്ളം പോലും 13 വർഷം പിന്നിടുമ്പോൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 15 വർഷം കഴിഞ്ഞിട്ടും സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് 50 ലക്ഷം രൂപയോളം ഇവിടെ കുഴിച്ചിട്ടതല്ലാതെ ഇന്ന് വരെ ഇവിടെ ഒരു കുപ്പിക്കകത്ത് ഒരു കുപ്പി വെള്ളം പോലും വിതരണം ചെയ്യുവാനോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് ഉപകരണങ്ങളോ ഇവിടെ എത്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഈ കെട്ടിടം അനാശാസ്യ പ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ആണ് ഇതിപ്പം ഉപയോഗിക്കുന്നത്. കാട് കയറി കെട്ടിടം മുഴുവൻ നശിച്ച് വളരെ മോശമായ അവസ്ഥയിലേക്ക് പോയി. ഉദ്ഘാടനശേഷം ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം രാജിവെച്ചു. പിന്നീട് മുന്നണിയും മാറി. ഇതോടെ പദ്ധതി പാതി വഴിയിലായി. പ്രദേശത്തെ നിരവധി ആളുകൾക്ക് ജോലി ലഭിക്കേണ്ട പദ്ധതി കൂടിയായിരുന്നു ശബരി കുപ്പിവെള്ള പദ്ധതി. ഖജനാവിൽ നിന്ന് 50 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ചെലവഴിച്ചത്. ന്യൂസ് 18 പത്തനാപുരം. ജനവാസം ആരംഭിച്ച് 7 പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും വികസനം എത്തി നോക്കാത്ത ഒരു ഗ്രാമമുണ്ട് ഇടുക്കിയിൽ. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ് ഉൾപ്പെടുന്ന പഴംപിള്ളിച്ചാൽ ഗ്രാമത്തിലെ 450-ലധികം കുടുംബങ്ങളാണ് അധികൃതരുടെ അവഗണന കൊണ്ട് ദുരിതം അനുഭവിക്കുന്നത്. നേര്യമംഗലം വനാതിർത്തി പങ്കിടുന്ന കുടിയേറ്റ മേഖലയാണ് പഴംപിള്ളിച്ചാൽ ഗ്രാമം. 450-ലധികം കുടുംബങ്ങളുണ്ടിവിടെ. ഏറെയും പട്ടികവർഗ വിഭാഗങ്ങൾ. പഞ്ചായത്ത് ആസ്ഥാനമായ അടിമാലിയിൽ നിന്നും 18 കിലോമീറ്റർ ദൂരമുണ്ട് പഴംപിള്ളിച്ചാലിലേക്ക്. ടാർ ചെയ്തൊരു റോഡും ഒരു LP സ്കൂളും ഒരു അംഗൻവാടിയും ഒഴിച്ചാൽ മറ്റൊന്നും പഴംപിള്ളിച്ചാലിന് സ്വന്തമായിട്ടില്ല. ഹൈസ്കൂളോ ഹയർ സെക്കൻഡറിയോ ഇല്ലാത്തതിനാൽ പ്രദേശത്തെ വിദ്യാർത്ഥികളെല്ലാം അടിമാലിയിലോ നേര്യമംഗലത്തോ പോകേണ്ട സ്ഥിതിയാണ്. പക്ഷേ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ എത്തി നോക്കാത്ത ഒരു ഗ്രാമം കൂടിയാണ് പഴംപിള്ളിച്ചാൽ. കാരണം ഇവിടുത്തെ പ്രദേശത്തുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഈറ്റ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർ. പരമ്പരാഗതമായിട്ട് ഈറ്റ നെയ്ത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പനമ്പ്, കുട്ട, മുറം തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ പണിത് ഉപജീവനം നടത്തുന്ന ഒരു പ്രദേശം കൂടിയാണ്. പക്ഷേ ബാംബു കോർപ്പറേഷൻ അടുത്ത സ്ഥാപനങ്ങളോ ഇവർക്ക് സ്വന്തമായിട്ട് സ്വയം തൊഴിൽ സംരംഭമോ ഇവിടെ സ്ഥാപിക്കാൻ നാളെ വരെ മാറി ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഗ്രാമസഭ ഉൾപ്പെടെ ജനങ്ങൾക്ക് ഒത്തുചേരാൻ ഒരു സാംസ്കാരിക കേന്ദ്രമോ ചികിത്സാ ആവശ്യങ്ങൾക്കായി ആരോഗ്യ ഉപകേന്ദ്രങ്ങളോ ഇല്ല. തുടർച്ചയായ വന്യമൃഗ ആക്രമണങ്ങൾ ജനജീവിതത്തിനും കൃഷിക്കും ഭീഷണിയാണ്. കുടുംബങ്ങൾ ഏറെയും പട്ടികവർഗ വിഭാഗങ്ങളാണെങ്കിലും SC/ST വകുപ്പുകളുടെ സഹായ പദ്ധതികളൊന്നും ഇവിടേക്ക് വരാറില്ല. വന്യമൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം ഉൾപ്പെടെ പഴംപിള്ളിച്ചാൽ ഗ്രാമത്തിന്റെ സമഗ്ര വികസനത്തിനായി സർക്കാരിൽ നിന്ന് ഇടപെടൽ ഉണ്ടാവണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി.
വട്ടവടയിൽ വെളുത്തുള്ളിയുടെ വിളവെടുപ്പ് കാലം ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ആരംഭിച്ച വിളവെടുപ്പ് 2 മാസം കൂടി നീളും. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണത്തെ വിലയിൽ ഇടിവ് വന്നിട്ടുണ്ട്. ഇത് കാരണം കർഷകർ വിൽപ്പനയ്ക്കായി ആശ്രയിക്കുന്നത് തമിഴ്നാട്ടിലെ വിപണിയെയാണ്. ഗുണം കൊണ്ടും മണം കൊണ്ടും ഒന്നാം നിരയിലാണ് ഭൗമസൂചിക പദവിയുള്ള വട്ടവട വെളുത്തുള്ളിയുടെ സ്ഥാനം. കൃഷി ചെയ്ത വെളുത്തുള്ളി മൂപ്പെത്തിയതോടെ ഇപ്പോൾ വിളവെടുപ്പ് കാലമാണ്. പോയ വർഷം വെളുത്തുള്ളിക്ക് 500 രൂപ മുതൽ 600 രൂപ വരെ കിലോയ്ക്ക് ലഭിച്ചിരുന്നു. എന്നാൽ ഇത്തവണ വിലപാതിയായി കുറഞ്ഞു. ഇത് കർഷകർക്ക് വലിയ നിരാശയാണ് ഉണ്ടാക്കിയത്. തമിഴ്നാട്ടിലേക്കാണ് കർഷകർ വെളുത്തുള്ളി കൂടുതലായി വിൽപ്പനയ്ക്ക് കൊണ്ടുപോകുന്നത്. ജൂൺ ലാസ്റ്റ് മുതൽ വിളവെടുപ്പ് തുടങ്ങി. ഇപ്പോൾ ഇനിയും ഒരു 2-3 മാസം വിളവെടുപ്പ് കാണും. ഈ വെളുത്തുള്ളിക്ക് പ്രത്യേകം പറയുവാണെങ്കിൽ ഗുണം ഇത് നമുക്ക് GA ലൈസൻസ് കിട്ടിയ വെളുത്തുള്ളിയാണ്. നമ്മുടെ മലയാളത്തിൽ പറയുവാണെങ്കിൽ ഭൗമസൂചിക പദവി നമ്മുടെ വെളുത്തുള്ളിക്കാണ്. വട്ടവട വെളുത്തുള്ളിക്കും കാന്തല്ലൂർ വെളുത്തുള്ളിക്കും മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. ഈ വെളുത്തുള്ളി കഴിഞ്ഞ വർഷം ഒരു കിലോയ്ക്ക് 500 രൂപ മുതൽ 600 രൂപ വരെ കിട്ടിയായിരുന്നു. കഴിഞ്ഞ വർഷം വെളുത്തുള്ളിക്ക് മികച്ച വില ലഭിച്ചതോടെ കൂടുതൽ കർഷകർ ഈ മേഖലയിലേക്ക് തിരിഞ്ഞിരുന്നു. ഉൽപാദനം വർദ്ധിച്ചതോടെ വിലയിടിഞ്ഞു. ഭൗമസൂചിക പദവി ലഭിച്ചിട്ടും വേണ്ടത്ര പരിഗണന വട്ടവട വെളുത്തുള്ളിക്ക് ലഭിക്കുന്നില്ലെന്ന പരാതി കർഷകർക്കുണ്ട്. ഒരു വർഷം ഒന്നിലേറെ തവണ കർഷകർ വെളുത്തുള്ളി കൃഷി ഇറക്കാറുണ്ട്. ഇത്തവണ വിളവെടുപ്പ് ആരംഭിച്ചിട്ട് 1 മാസത്തിലധികമായി. വിളവെടുപ്പ് 2 മാസക്കാലം കൂടി നീളും. ന്യൂസ് 18 ഇടുക്കി. ഇനി ഒരു കൊച്ചുമിടുക്കിയുടെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. ആൾ അത്ര നിസ്സാരക്കാരിയല്ല. പ്രശസ്ത കഥാകാരൻ അംബികാസുധൻ മാങ്ങാടിന്റെ പ്രാണവായു എന്ന കഥയ്ക്ക് മറ്റൊരു കഥാന്ത്യം എഴുതിയ കൊച്ചുമിടുക്കിക്ക് അഭിനന്ദന പ്രവാഹമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് കയ്യൂർ GVHS 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദേവമിത്ര. ഇതിന്റെ കഥാന്ത്യം എഴുതി കഥാകൃത്തിന്റെ മനസ്സ് കീഴടക്കിയിരിക്കുകയാണ് ദേവനന്ദ. ക്ലാസിൽ പ്രാണവായു കഥ അവതരിപ്പിച്ച ഗീത ടീച്ചർ അവസാന ഭാഗം പറയാതെ പൂർത്തിയാക്കാനായി കുട്ടികളോട് ആവശ്യപ്പെട്ടു. അതിൽ മികച്ചതെന്ന് തോന്നിയ ദേവമിത്ര എഴുതി നൽകിയ ക്ലൈമാക്സ് ടീച്ചർ കഥാകാരൻ അംബികാസുധൻ മാങ്ങാടിന് അയച്ചു നൽകി. ഇത് വായിച്ച അംബികാസുധൻ മാങ്ങാട് തന്റെ പ്രസിദ്ധീകരിക്കപ്പെട്ട കഥയുടെ വേദനാജനകമായ പര്യവസാനം റദ്ദ് ചെയ്യപ്പെട്ടതായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയായിരുന്നു. ഇതോടെ ദേവമിത്ര സ്കൂളിലെയും നാട്ടിലെയും താരമായി. ദേവമിത്രയെ നേരിൽ കണ്ട് അഭിനന്ദനം അറിയിക്കാൻ കഥാകാരൻ സ്കൂളിലുമെത്തി. എഴുത്തുകാരന്റെ പുസ്തകത്തിലെ ഉമ്മട്ടക്കുളിയന്റെയും കാരക്കുളിയന്റെയും കോലധാരികളായ കുട്ടികൾ വാദ്യഘോഷത്തോടെയാണ് എഴുത്തുകാരനെ സ്വീകരിച്ചത്. ദേവമിത്രയ്ക്ക് അനുമോദനവും ഉപഹാരവും സമർപ്പിച്ചതിനൊപ്പം വിദ്യാർത്ഥിയിലെ പ്രതിഭയെ കണ്ടെത്തിയ അധ്യാപിക ഗീതാ കുടജാദ്രിക്കും ഉപഹാരം നൽകി. തുടർന്ന് എഴുത്തുകാരൻ കുട്ടികളുമായി ഏറെ നേരം സംവാദത്തിലേർപ്പെട്ടു. നിങ്ങളെ കാണാനുള്ള ഒരു അവസരം, ദേവമിത്രയെ കാണാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാകുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ ഒരു കഥ നിങ്ങൾക്കറിയാവുന്നതുപോലെ കുറേ വൈറലായ ഒരു കഥയാണ്. ഡൽഹി മലിനീകരണ കാലത്തും പിന്നീട് കോവിഡ് കാലത്തുമൊക്കെ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കഥയാണ്. ഈ കഥ എഴുതി കഴിഞ്ഞപ്പോൾ ചില പരിഹാസങ്ങൾ എനിക്ക് 2015 ഉണ്ടായിരുന്നു. അനുമോദനങ്ങൾക്കൊപ്പം തന്നെ PTA പ്രസിഡന്റ് M പ്രശാന്ത്, വിനോദ് ആലന്തട്ട, KP രവീന്ദ്രൻ, പ്രധാനാധ്യാപകൻ പ്രമോദ് ആലപ്പടമ്പൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് 18 കയ്യൂർ. സ്വാതന്ത്ര്യദിനത്തിൽ തിരുവനന്തപുരത്ത് സംഗീത വിരുന്നൊരുക്കി 1000 പാട്ടുകാർ. പാട്ടിന്റെ കൂട്ടുകാർ എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കനകക്കുന്നിൽ തലസ്ഥാനം ദേശത്തിനായി പാടുന്നുവെന്ന പേരിൽ സംഗീത പരിപാടി സംഘടിപ്പിച്ചത്. പ്രകടനം വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കി. ദേശീയ പതാകയുടെ മാതൃകയിൽ അണിനിരന്നായിരുന്നു സംഗീതോത്സവം. പാട്ടിന്റെ കൂട്ടുകാർ എന്ന സംഗീത കൂട്ടായ്മയ്ക്കൊപ്പം ജില്ലയിലെ വിവിധ സംഗീത കൂട്ടായ്മകളിലെ 1210 അംഗങ്ങളാണ് കനകക്കുന്നിലെ പരിപാടിയിൽ ഒത്തുചേർന്നത്. സംഗീതത്തെ സ്നേഹിക്കുന്ന പാട്ടുകാർ
സ്വാതന്ത്ര്യദിനത്തിൽ ലോകത്തെ ഏറ്റവും മനോഹര ദേശം എന്റെ രാജ്യം എന്ന ഗാനം ഒരേ സ്വരത്തിൽ ആലപിച്ചു. ഒപ്പം NCC കേഡറ്റുകളും. സ്വാതന്ത്ര്യത്തിന്റെയും കൂട്ടായ്മയുടെയും സന്ദേശം ഉൾക്കൊണ്ടായിരുന്നു സംഗീത പരിപാടി. ലോക റെക്കോർഡ് നേട്ടത്തോടെയാണ് പരിപാടി സമാപിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രമുഖ ചായ ബ്രാൻഡായ ഈസ്റ്റി അടുത്ത 3 വർഷത്തിനുള്ളിൽ 350 കോടി രൂപയുടെ വിറ്റുവരവ് ലക്ഷ്യമിട്ട് വിപണിയിൽ പുതിയ കുതിപ്പിനൊരുങ്ങുന്നു. നിലവിൽ 30,000 റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ ലഭ്യമായ ഈസ്റ്റി അടുത്ത 15 മാസത്തിനുള്ളിൽ 136 വിതരണ റൂട്ടുകളിലൂടെ 49,000 ഔട്ട്ലെറ്റുകളിലേക്ക് വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതുകൂടാതെ 20 രാജ്യങ്ങളിൽ ഇതിനോടകം സാന്നിധ്യം അറിയിച്ച ഈസ്റ്റി യൂറോപ്പ്, തെക്ക് കിഴക്കൻ ഏഷ്യ, ഓഷ്യാനിയ എന്നിവിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും പദ്ധതിയിടുന്നതായി ചെയർമാൻ നവാസ് മീരാൻ പറഞ്ഞു. ഓണം പ്രമാണിച്ച് ഈസ്റ്റി പുതിയ പ്രീമിയം ചായ ആയ ഈസ്റ്റി സ്പെഷ്യൽ പുറത്തിറക്കുകയും ചെയ്തു. കേരള ക്രിക്കറ്റ് ലീഗിന്റെ വരവറിയിച്ച് കാര്യവട്ടത്തെ സ്പോർട്സ് ഹബ്ബിൽ സഞ്ജു സാംസന്റെയും കൂട്ടരുടെയും സാമ്പിൾ വെടിക്കെട്ട്. പ്രദർശന മത്സരത്തിൽ സഞ്ജുവിന്റെ KCA സെക്രട്ടറി 11, സച്ചിൻ ബേബിയുടെ പ്രസിഡന്റ് 11 1 വിക്കറ്റിന് തോൽപ്പിച്ചു. സഞ്ജു 35 പന്തിൽ 54 റൺസ് അടിച്ചു. ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ മലയാളികളുടെ ഇഷ്ടപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് തമിഴ്നാട്ടിലെ കടയനല്ലൂർ. സുരണ്ടൈ, സുന്ദരപാണ്ഡ്യപുരം എന്നിവിടങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്ന കിലോമീറ്ററുകൾ നീണ്ട സൂര്യകാന്തി പാടം കാണാം. ഈ ചിത്രങ്ങൾ പകർത്താം. എന്നാൽ ഇനി തമിഴ്നാട്ടിലെ ഈ സൂര്യകാന്തി പാടവും വിസ്മൃതിയിലാകുമെന്ന സൂചനയാണ് കർഷകർ നൽകുന്നത്. ഏക്കർ കണക്കിന് പറന്നു കിടക്കുന്ന പീതവർണ്ണ പരവതാനിയാണ് സുന്ദരപാണ്ഡ്യപുരത്തെ സുന്ദരമാക്കുന്ന സൂര്യകാന്തി പാടങ്ങൾ. കേരളത്തിന്റെ മലനിരകളിൽ വർണ്ണവിസ്മയങ്ങൾ ഒരുക്കുന്ന നീലക്കുറിഞ്ഞിയോളം പ്രിയപ്പെട്ടതാണ് തമിഴ്നാട്ടുകാർക്ക് സൂര്യകാന്തി. വ്യവസായത്തിനപ്പുറം സൂര്യകാന്തി പൂക്കൾ തമിഴരുടെ ജീവിതത്തിലെ താളമാണ്. മലനിരകൾ കടന്നെത്തുന്ന മലയാളികളുടെ മനം നിറയ്ക്കാൻ ഇനി സൂര്യകാന്തി പാടങ്ങൾ കാണില്ല എന്ന സൂചനയാണ് ഇപ്പോൾ തമിഴ് കർഷകർ നമുക്ക് നൽകുന്നത്. ഏക്കറുകളിൽ പരന്നു കിടക്കുന്ന പാടങ്ങൾ ചെറുതായി ചുരുങ്ങി പേരിനു മാത്രം സൂര്യകാന്തികൾ വിരിയുന്ന ഇടമായി മാറിക്കഴിഞ്ഞു. இது சூரியகாந்தி ஒரு 20 வருஷத்துக்கு முன்னாடி நிறைய ஏரியாக்களில் நம்ம சுந்தரபாண்டியபுரம் ஃபுல்லாகவே நம்ம சூரியகாந்தி விளைவிச்சிட்டு இருந்தோம். இப்போ மண்ணுடைய வளத்தை பூரா இது செக் பண்ணி குடிக்கிறதுனால அப்படியே சுருங்கி இன்றைக்கி 1 ஏக்கர் 1/2 ஏக்கர் அந்த மாதிரி விவசாயம் பண்ணிகிட்ருக்காங்க. ஆனால் இந்த இதில் கல்டிவேட் பண்ணால் பெரிய அளவில் விவசாயிகளுக்கு லாபம் கிடைக்கிறது இல்லைங்கிறதும் ஒரு காரணமாக இருக்குது. அதனால் ஒரு ടൂറിസ്റ്റ് എൻജോയ്മെന്റുക്കാக 1 ഏക്കർ 1/2 ഏക്കർ ഇപ്പോൾ വ്യവസായം பண்ணிட்டு ഇക്കുറിയും സൂര്യകാന്തി പാടങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ദൂരദേശത്ത് നിന്നും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ എത്തുന്നുണ്ട്. എന്നാൽ സ്ഥിരം സന്ദർശകരുടെ മനസ്സിലെ ചിത്രത്തിനൊപ്പം ഇടം പിടിക്കാൻ സൂര്യകാന്തി പാടങ്ങൾക്ക് ഇക്കുറി ആയിട്ടില്ല. ഏക പ്രതീക്ഷയിലൂടെയാണ് വന്നത്. പക്ഷെ ഇവിടെ ഇപ്പം കുറവാണ്. എന്നാലും കുഴപ്പമില്ല, കുട്ടികളെയും കൊണ്ട് വന്നു കണ്ടു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറേ പൂക്കളുണ്ടായിരുന്നു. ഇപ്പം ഒരു സ്ഥലത്ത് മാത്രം പൂക്കളുള്ളൂ, ബാക്കിയുള്ള എല്ലാം ചോളമാണ്. നിലവിൽ സുന്ദരപാണ്ഡ്യപുരത്തും സുരണ്ടയിലുമായി 3 പാടങ്ങളിൽ മാത്രമാണ് സൂര്യകാന്തി പൂക്കൾ ഉള്ളത്. അതും പേരിന് മാത്രം. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം മറ്റ് കൃഷികൾ ഇടം പിടിച്ചു കഴിഞ്ഞു. മണ്ണിന്റെ വളക്കൂറ് നഷ്ടമായതും ഇടവിള കൃഷി ഇല്ലാത്തതും സൂര്യകാന്തിയുടെ വിളവിനെ സാരമായി ബാധിക്കുന്നു എന്നാണ് കർഷകർ പറയുന്നത്. ന്യൂസ് 18 പുനലൂർ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുനലൂരിലെ വെഞ്ചേജി ചിറ കാട് കയറി നശിക്കുന്നു. ചിറയുടെ വശങ്ങൾ മദ്യപ സംഘത്തിന്റെ വിഹാര കേന്ദ്രമാണ്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും ഗ്രാമപഞ്ചായത്തിന്റെ നിരുത്തരവാദി നിലപാടുമാണ് ചിറയുടെ നാശത്തിന് കാരണമെന്നാണ് ആരോപണം. കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ വെഞ്ചേമ്പ് വാർഡിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വെഞ്ചേമ്പ് ചിറ സംരക്ഷണമില്ലാതെ നാശത്തിന്റെ വക്കിലാണ്. ഒരു കാലത്ത് നാടിന്റെ കാർഷിക സമൃദ്ധിയുടെയും സംസ്കാരത്തിന്റെയും അവിഭാജ്യ ഘടകമായിരുന്നു വെഞ്ചേമ്പ് ചിറ. കൂട്ടമായി എത്തുന്ന കുട്ടികൾ നീന്തിക്കുളിക്കുകയും കളിക്കുകയും ചെയ്തിരുന്ന ചിറ ഇന്ന് കൈയടക്കിയിരിക്കുന്നത് മദ്യപ സംഘങ്ങളാണ്. ചിറയുടെ അകത്തും പുറത്തും മദ്യക്കുപ്പികളും ബിയർ ബോട്ടിലുകളും പ്ലാസ്റ്റിക് കുപ്പികളും ഗ്ലാസും നിറഞ്ഞു കിടക്കുകയാണ്. ചിറയുടെ സംരക്ഷണത്തിൽ കരവാളൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും കുറ്റകരമായ അനാസ്ഥയുണ്ടെന്നാണ് ആരോപണം. കരവാളൂർ പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ 5 വർഷക്കാലമായി തുടർന്നു വരുന്ന
വികസന വിരുദ്ധമായ നയത്തിന്റെ മറ്റൊരു മുകുട ഉദാഹരണമായിട്ട് ഈ ചിറ മാറിയിരിക്കുകയാണ്. ഒരേക്കർ 25 സെന്റ് വസ്തുവായിരുന്നു വെഞ്ചേമ്പ് ചിറയ്ക്ക് ഉണ്ടായിരുന്നതെന്നാണ് പഴമക്കാർ പറയുന്നത്. കാലങ്ങൾ പിന്നിട്ടപ്പോൾ ചിറ 50 സെന്റിൽ മാത്രമായി ചുരുങ്ങി. ചിറയുടെ ഭൂരിഭാഗവും സ്വകാര്യ വ്യക്തികൾ കയ്യേറിയതായും ആരോപണമുണ്ട്. അടുത്തിടെ ജില്ലാ പഞ്ചായത്ത് 35 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച ചിറയാണ് വീണ്ടും കാടുപിടിച്ച് നാശോന്മുഖമായത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുചിറ എന്ന നിലയിൽ ശുചീകരിക്കണമെന്ന ആവശ്യം പഞ്ചായത്ത് പരിഗണിക്കുന്നില്ല എന്ന ആരോപണവും ഉയരുന്നുണ്ട്. ന്യൂസ് 18 പുനലൂർ. പത്തനംതിട്ട റാന്നിയിൽ മൈജിയുടെ പുതിയ വലിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. ഷോറൂമിന്റെ ഉദ്ഘാടനം സിനിമാ താരം ഹണി റോസ് നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മൈജി ഓണം മാസ് ഓണം സീസൺ 3യുടെ ആദ്യ നറുക്കെടുപ്പും നടന്നു. റാന്നി പഴവങ്ങാടിയിലാണ് മൈജി ഫ്യൂച്ചർ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ ഉപകരണങ്ങൾക്കൊപ്പം ഹോം കിച്ചൺ അപ്ലയൻസസ്, സ്മോൾ അപ്ലയൻസസ്, ഗ്ലാസ് ക്രോക്കറി ഐറ്റംസ് എന്നിവയും ഷോറൂമിൽ ലഭ്യമാണ്. ഉദ്ഘാടന ദിനത്തിൽ ലാഭം ഈടാക്കാതെയുള്ള വിൽപ്പനയാണ് മൈജി റാന്നിക്ക് സമ്മാനിച്ചത്. ലോകോത്തര ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളാണ് മൈജിയിൽ ഒരുക്കിയിരിക്കുന്നത്. മൈജി ഫ്യൂച്ചറിന്റെ ഏറ്റവും പുതിയ ഷോറൂമാണ് ഇന്നിപ്പോൾ റാന്നിക്ക് സമർപ്പിച്ചിരിക്കുന്നത്. മൈജി ആയിട്ടുള്ള ആത്മാന്തം എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷമായിട്ട് തുടങ്ങിയതാണ്. ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സുകളും ഹോം അപ്ലയൻസസും ഡിജിറ്റൽ അപ്ലയൻസസും അങ്ങനെ എല്ലാം കിച്ചൺ അപ്ലയൻസസും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എല്ലാ ലോകോത്തര ബ്രാൻഡുകളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മറ്റെവിടെയും കിട്ടാത്ത ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും ഗുണമേന്മയുള്ള പ്രൊഡക്ട്സ് തന്നെയാണ് കൊടുക്കുന്നത്. ഓണക്കാലത്ത് നമുക്കറിയാം, ഓണത്തിന്റെ ഏറ്റവും വലിയ ആഘോഷവേളയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും എല്ലാ മൈജി ഫ്യൂച്ചറുകളിലും നമ്മുടെ ഇന്നത്തെ അനേകം ഓഫറുകൾ 25 കോടിയിൽ വിലമതിക്കുന്ന ഓഫേഴ്സുകളും ഗിഫ്റ്റുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ്, അതൊരു 5,000 എബോ എന്ത് പർച്ചേസ് ചെയ്താലും ഇമ്മീഡിയറ്റ്ലി സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, TV മുതലായ അനേകം ഗിഫ്റ്റുകളും നമ്മൾ കൊടുത്തു വരുന്നത്. മൈജി ഓണം മാസ് ഓണം സീസൺ 3യുടെ ആദ്യ നറുക്കെടുപ്പ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്നു. 2 ഭാഗ്യശാലികളെ വീതമാണ് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത്. ന്യൂസ് 18 പത്തനംതിട്ട. ഇനി രാവിലെയുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്ക് പോകാം. സ്പെഷ്യൽ ഡേയിലേക്ക്. കണ്ണൂർ എളയാവൂർ ബാലഗോകുലത്തിൽ രജീഷ് ജയരാജിന്റെയും കവിതയുടെയും മകൻ ധ്യാൻ ആർ നമ്പ്യാരുടെ 8ാം ജന്മദിനമായിരുന്നു ഇന്നലെ. അച്ചാച്ചന്മാരായ ജയരാജൻ, വിജയൻ, അമ്മമ്മമാരായ ബേബി, കനക, ചേട്ടൻ ഇഷാൻ, അനിയത്തിമാരായ ദക്ഷ, ധ്വനി, സാൻവിക എന്നിവരാണ് ധ്യാൻ ആശംസകൾ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് 18ന്റെ പേരിലും ധ്യാനിന് ജന്മദിനാശംസകൾ നേരുകയാണ്. ആലപ്പുഴയിലുള്ള ആലിയ മറിയത്തിന്റെ 6ാം പിറന്നാളാണിന്ന്. ആശംസകളുമായി അച്ഛൻ ബോബിയും അമ്മ ബബിതയുമാണ് ആശംസകൾ അറിയിച്ചിരിക്കുന്നത്. ആലിയയ്ക്ക് ന്യൂസ് 18ന്റെ പേരിലും ആശംസകൾ അറിയിക്കുകയാണ്. തിരുവനന്തപുരം കുളത്തൂർ ചിത്തിരനഗറിലുള്ള അബിൻ ബിനുവിന്റെ പിറന്നാളാണിന്ന്. അമ്മ സജ്ജനയും അച്ഛൻ ബിനുവുമാണ് ആശംസകൾ അറിയിച്ചിരിക്കുന്നത്. അബിന് പിറന്നാൾ ആശംസകൾ നേരുകയാണ് ന്യൂസ് 18ന്റെ പേരിൽ. രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി പോലീസ് പെട്രോൾ കാണാം. ടോം കുര്യാക്കോസ് ചേരും.